ഈശ്വരോ നമുക്കെല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിലായിരിക്കാം. ഒരഖണ്ഡ ജപമാലയിലൂടെ കൂടുവാനായിട്ട് നമ്മളെ അനുവദിച്ച ദൈവം മാതാവിനോട് ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നത്തെ പ്രകൃതിയെ നിയന്ത്രിക്കണമേ, ഇന്നലത്തെ അവസ്ഥയല്ലെന്ന്. അവിടത്തോട് ചോദിക്കുന്നതെല്ലാം തന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. വേണ്ടതെല്ലാം അവിടുന്ന് യഥാസമയം നമുക്ക് നൽകും. അവിടുത്തെ അറിയുക മാത്രം ചെയ്താൽ മതിയാകും. ഏശയ്യാ 48:18 അവിടെ നല്ല ചെയ്യുന്നു, എന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ അനുസരിച്ച് ദൈവത്തെ അനുഗമിക്കാനായിട്ട് നമ്മൾ തയ്യാറായ വലിയ അനുഗ്രഹത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അമ്മയെ അമ്മയെന്ന് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുത്തെ മകൻ അത് കേൾക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതാവശ്യങ്ങളായിരുന്നാലും അതെല്ലാം യഥാസമയം അവിടെ നടത്തിത്തരികയാണ്. ഇത് തോരാത്ത കണ്ണുനീരുമായിട്ട് അനേകം മക്കളെ ഈ കൂട്ടായി വരണമെന്ന് കർത്താവ് പറയുന്നു. എല്ലാവരുടെയും കണ്ണുനീര് അവിടെ നൊപ്പിയെടുക്കുന്ന ദൈവമാണ്. ഇനിയും നിങ്ങൾ കരയേണ്ടതായി വരികയില്ല. നിങ്ങളിനി കരയരുതെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവം നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, ഞാൻ എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് അറിയില്ല. ഈ ഭൂമിയിൽ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞ് തിരിച്ചു പോകുന്ന സ്ഥലവും എവിടെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇത്രയും നാള് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. എന്നാൽ ഇനിയുള്ള ഒരേ നിമിഷങ്ങളും കർത്താവേ നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് യാതൊന്നും നേടിയില്ല. ഇന്നും സ്വസ്ഥതയും സമാധാനമില്ലാത്ത അവസ്ഥ. പൂർണ്ണ സമാധാനമായ ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം. ദൈവമേ, നിന്റെ സമാധാനം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ തരുന്ന സമാധാനം ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല. പിതാവിന്റെ വാഗ്ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാണ്ട് പ്രാർത്ഥിക്കാം. പിതാവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് ആഴമായിട്ട് ദാഹിക്കാം. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ യാതൊന്നിനെക്കുറിച്ചും പിന്നെ ആകുലതയില്ല. ഏത് പ്രശ്നം വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവിന്റെ വൻ കൃപയിലൂടെ സ്വീകരിക്കുകയാണ്. പേടിച്ച് ഭയന്ന് മുറുകി അടച്ചിട്ടിരുന്ന ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. യാതൊന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന രീതിയിലേക്ക് മാറി. ശിഷ്യന്മാരുടെ പ്രസംഗങ്ങള് അനേകായിരങ്ങളെ മാറ്റത്തിലേക്ക് നയിച്ച്. പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000-ൽ പരം ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് വന്നു. വിശ്വസിച്ചവര് സ്നാനം സ്വീകരിച്ച്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ചൈതന്യം അത്രമാത്രം ശക്തിയാണ്. അതിനെ സ്വീകരിക്കേണ്ടത് നമ്മൾ തയ്യാറാകാൻ നമ്മുടെ തന്നെ മനസാക്ഷിയെ ഒരുക്കി നമുക്ക് തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിന്റേതായ നിർമ്മല ഹൃദയം എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലന്മാർ എന്തുകൊണ്ടാണ് ദൈവത്തെ കാണും. നമുക്കും ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിമിഷം ദൈവത്തോട് ചേർന്നായിരിക്കാം. ദൈവം എപ്പോഴാണോ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്, അകൃത്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ദൈവം നമ്മളെ വിട്ടകലുന്നത്. ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിൽ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദൈവം. ദൈവം കൂടെയാണെങ്കിൽ
റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരെയും നമ്മൾ ഭയപ്പെടുകയില്ല, യാതൊന്നിനും കുറവുണ്ടാകുകയില്ല. ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ വെറുപ്പോ വിരോധമോ വൈരാഗ്യമോ ഒക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നെങ്കിൽ അവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കാം. ക്ഷമിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് യാതൊന്നും ലഭിക്കില്ല. എത്രയെല്ലാം പ്രാർത്ഥിച്ചാലും എങ്ങനെല്ലാം പ്രാർത്ഥിച്ചാലും ദൈവം മുഖം തിരിഞ്ഞു നിൽക്കും, ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 59:11 അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. നിന്റെ അകൃത്യമാണ് നിന്നെ എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അകൃത്യത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ വെറുപ്പോ വിരോധമോ വൈരാഗ്യമോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കാം. ഇപ്പോഴവരെയൊക്കെ നമുക്കിവിടെ വെച്ച് ഭാവനയെ കാണാം. അവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുമെന്ന് തീരുമാനം എടുക്കാം. ഞങ്ങളുടെ ഏത് പ്രശ്നമായിരുന്നാലും കർത്താവേ അത് പരിഹരിക്കണമെന്നും അത് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സാന്നിധ്യം ഒന്ന് മാത്രം എനിക്ക് മതിയെന്ന് നമുക്ക് ദാഹത്തോടുകൂടി ദൈവത്തോട് ചോദിക്കാം. പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. എന്റെ പിതാവെയും രാവിലെ വാക്കുകൊണ്ടോ പ്രവർത്തിയുണ്ടോ വീക്ഷണത്താലോ ആരെങ്കിലും വേദനിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിലോ ക്ഷമ ചോദിക്കുന്നു. ഈ ലോകത്തോട് ക്ഷമ ചോദിക്കുന്നു. യേശുവേ, യേശുവേ, പുതിയൊരു